എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആദർശിന് ശ്വാസം മുട്ട് വരുന്നതായിട്ട് നയന സ്വപ്നം കാണുന്നതാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആകെ ടെൻഷൻ. ആദർശേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രിയിൽ ഫോൺ വിളിക്കുവാണ് ആദർശിനെ. ആദർശ് നല്ല ഉറക്കത്തിലായിരുന്നു. 2-3 ബെല്ലടിച്ചതിന് ശേഷമാണ് ഫോൺ എടുക്കുന്നത്. എടുത്തിട്ട് അയ്യോ നയനയാണല്ലോ എന്ന് പറഞ്ഞ് ഹലോ വയ്ക്കും. എന്നിട്ട് എന്താടി ഈ രാത്രിയിൽ എന്താ വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ആദർശേട്ടൻ അവിടെ ഉറങ്ങുവാണോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ ഉറങ്ങുമായിരുന്നു, എനിക്കിപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, വീട് മാറിക്കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, ഇൻഹേലറൊക്കെ അടുത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഉണ്ടെന്നേ, ഒരു പ്രശ്നമില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ എന്നെ നോക്കാൻ ഇവിടെ ആളുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, നിന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലായിരുന്നു, കിടന്ന് ഉറങ്ങുക, ഈ സമയത്ത് ഉറങ്ങാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഫോൺ വയ്ക്കുന്നു. നയനെ വീണ്ടും സങ്കടപ്പെട്ട് നിൽക്കുവാണേ. അതുപോലെ തന്നെ മുത്തശ്ശിക്കും രാത്രിയിൽ ഉറക്കം വരുന്നില്ല. മുത്തശ്ശിയും ആകെ ടെൻഷനോട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോരുവാണ്. മുത്തശ്ശി നോക്കുമ്പം മുത്തശ്ശൻ കണ്ണടച്ച് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മുത്തശ്ശൻ ഉറങ്ങുമൊന്നും അല്ലായിരുന്നു. മുത്തശ്ശി ഇറങ്ങിപ്പോയത് മുത്തശ്ശൻ അറിഞ്ഞു. മുത്തശ്ശി വന്ന് നയനയുടെ റൂമിൽ നോക്കുന്നു. അപ്പോൾ റൂം തുറന്നിട്ടേക്കുന്നു. റൂമിൽ നയനയില്ല. ആകെ ടെൻഷനാകുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഹാളിൽ ഒരു കസേരയിൽ ചാരി ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നയനയെ കാണുന്നത്. അപ്പം മുത്തശ്ശിക്ക് ആകെ വിഷമം. മുത്തശ്ശി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈ സമയത്ത് മോളിങ്ങനെ ഉറങ്ങാതിരുന്നത് ശരിയാകിയല്ലോ എന്നൊക്കെ. പക്ഷെ നയനെ വിളിക്കാനൊന്നും പോകുന്നില്ല, നേരെ റൂമിലേക്ക് ചെല്ലുവാണ്. മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശൻ കണ്ണൂർന്ന് കിടപ്പുണ്ട്. എന്നിട്ട് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എഴുന്നേറ്റായിരുന്നോ, നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പം അവിടെ ഒരാൾ ഉറങ്ങാതിരിക്കുക എന്ന് പറയുമ്പോൾ ആരാ എന്ന് ചോദിക്കും. അന്നേരം നയനമോളാണ് എന്ന് പറയുമ്പോൾ, അതെന്താ അവൾക്ക് ഉറക്കം വന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, മോൾ അവിടെ ഹാളിൽ ഇരിപ്പുണ്ട്, ഈ സമയത്തല്ലേ മോൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങേണ്ടത്, ഉറക്കമൊന്നുമില്ല കൊച്ചിന് എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് പറയാൻ മേലായിരുന്നു, പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ മേലായിരുന്നു എന്ന്. അന്നേരം മുത്തശ്ശി പറയുവാണ്, ഞാൻ മോളുടെ അടുത്തോട്ട് പോലും പോയില്ല, മോളോട് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല, നിങ്ങൾ പോയി പറ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവളിപ്പം പ്രഗ്നൻ്റാണ്, 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചൂട് പറ്റിയല്ലല്ലോ ഉറങ്ങുന്നത്, ഭർത്താവിൻ്റെ ചൂടടിച്ച് കൂടെ അല്ലല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ കാണാവുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണേ. അന്നേരം മുത്തശ്ശി പറയുക, അതിന് 7 മാസം ആയില്ലല്ലോ, തുടക്കമല്ലേ ആയുള്ളൂ എന്ന്, എപ്പോഴാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നാണ് മുത്തശ്ശൻ ചോദിക്കുന്നത്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോളും, നീ വന്ന് കിടക്കുക എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ മുത്തശ്ശൻ്റെ ഡയലോഗ് കേൾക്കാൻ നല്ല രസമാട്ടോ. പക്ഷേ മുത്തശ്ശി നയനയുടെ ബാക്കി അവിടെ കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ പിറ്റേ ദിവസം ആദർശനെ കാണിക്കുന്നു. ആദർശിൻ്റെ അടുത്തേക്ക് നന്ദു വന്നു. എന്നിട്ട് ഗ്രീനെ പറ്റി മുംബൈയിൽ അന്വേഷിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ പോലീസുകാരെയും അവർ സ്വാധീനിച്ചു എന്നാണ് തോന്നുന്നത്, നമ്മൾ ചോദിച്ചതിന് വ്യക്തമായ മറുപടികളൊന്നും അവിടുന്ന് കിട്ടിയില്ല എന്ന് പറയുന്നു. അതുപോലെ ആ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോഴും അവർ CCTV ഫുട്ടേജ് പോലും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നന്ദു പറയുന്നുണ്ട്, ആദർശനുള്ള അത്രയും കൂടെ പരിചയം നന്ദുവിന് മുംബൈയിലില്ല, അതൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയും, അതൊന്നും സാരമില്ല, എനിക്കും കിരണിനും ഒക്കെ അത്യാവശ്യം നല്ല പരിചയങ്ങളുണ്ട് മുംബൈയിൽ, അത് വെച്ച് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറയുന്നു. അതിന് പകരമായിട്ട് ആദർശ് മറ്റേ ഡേവിഡിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഡേവിഡിൻ്റെ നാട്ടിലൊരു വീടും കൂടുമൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഡേവിഡിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റുന്നതൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുന്നു. ആദർശേട്ടന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നന്ദുവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശ് പറയുവാണ്, എനിക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല, കാരണം നയനെ കൂടെ ഇല്ലാത്തതുകൊണ്ട്, അവളുടെ ചിന്തയാണ് എനിക്ക് എപ്പോഴും, അവൾ പ്രഗ്നൻ്റ് അല്ലായിരുന്നെങ്കിൽ അവളെയും കൂടെ ഞാൻ കൂടെ കൂട്ടിയേനെ, എനിക്ക് ശരിക്കും ഉറക്കം പോലും ഇല്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ചേച്ചിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും, പക്ഷേ അതൊന്നും ഇപ്പം മനസ്സിലോട്ട് എടുക്കണ്ട, നമുക്ക് മൂർത്തി ജ്വല്ലറിയെ തിരിച്ചു പിടിക്കണം, ജ്വല്ലറിയുടെ തിരിച്ചു വരവ് അത് മാത്രം മനസ്സിൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോകുന്നു. ആദർശ് എന്തൊക്കെയോ ചിന്തിച്ചിങ്ങനെ നിൽപ്പുണ്ട് കുറച്ച് നേരം. പിന്നെയും കാണിക്കുന്നത് നയനയാണ്. നയന ഭയങ്കര സങ്കടത്തിലാണ്, റൂമിൽ പോയിരുന്ന് ഇതിനു മുമ്പുള്ള നയനയും ആദർശം തമ്മിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഈ സമയം താഴെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനയൊക്കെ ഹാളിലിരിപ്പുണ്ട്. ഇവർക്ക് ചായ കൊണ്ട് കൊടുക്കുവാണ് അബി. അന്നേരം ആ ചായ കുടിച്ചിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും നല്ല ചായയാടാ, വേറെ ഒരു ജോലി കിട്ടിയില്ലെങ്കിലും നീ ഇങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്ന് പറയുവാണ്, ഒരു കടയിട്ടെങ്കിലും ജീവിച്ചോളും എന്ന് പറയുക. അന്നേരം ജലജ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അത് തന്നെ, ഇവിടെ ചെറിയ തെറ്റ് ചെയ്ത ആദർശിന് എന്തൊക്കെ ശിക്ഷയാണ് കിട്ടുന്നത്, അപ്പോൾ ഇത്രയും തെറ്റ് ചെയ്ത് ഇവൻ ഇവിടെ അങ്ങനെ സുഖിച്ചിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ മുത്തശ്ശനോട് ചോദിക്കുവാണ്, ചായയുടെ കടുപ്പമൊക്കെ കറക്റ്റ് അല്ലേ അച്ഛാന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ചായക്ക് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ സംസാരത്തിലെ കടുപ്പം നീ ഇത്തിരി കുറച്ചാൽ മതിയെന്ന്. അന്നേരം മുത്തശ്ശി ദേഷ്യപ്പെട്ട്, എടി മോൾക്ക് എന്തെങ്കിലും കൊടുത്തോ, ഈ സമയത്താണ് മോൾക്ക് കറക്റ്റ് സമയം ഓരോന്ന് എടുത്ത് കൊടുക്കേണ്ടത്, അതുകൊണ്ട് മോൾക്ക് ചായയോ പലഹാരം എന്നാ എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ കൊടുക്കാമേ എന്ന് പറയും ജലജ. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നീ കൊടുക്കണ്ട, എൻ്റെ മോൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന്. അപ്പോഴത്തേക്കും അങ്ങോട്ട്
ഇറങ്ങി വരും കേട്ടോ നയന. ശരിക്കും നയനയുടെ ആ ഭാവമൊക്കെ കണ്ടാൽ തോന്നും ആദർശ് മരിച്ചു പോയെന്ന്. ഭയങ്കര വിഷമിച്ചിങ്ങനെ വന്നിരിക്കുക. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഓ ഭർത്താവ് പോയതോടുകൂടി അവൾ ആകെ അവശയായി, ഇനി ആ കുഞ്ഞൂടെ പോയി കഴിഞ്ഞാൽ സന്തോഷമായി എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഏതായാലും നയന വന്നു കഴിയുമ്പോഴേക്കും മോൾക്കുള്ള ചായ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവേനെ എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. അന്നേരം നയന പറയും, വേണ്ട അമ്മേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അമ്മ അവിടെ ഇരിക്കുക എന്ന് പറയും. എന്നിട്ട് നയന പറയുവാണ്, നയനയ്ക്ക് ആദർശില്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആദർശിൻ്റെ കൂടെ പോകണമെന്ന്. അത് പറയുന്നതിന് ഒരു 10 മിനിറ്റോളം രാമായണത്തിലെ കഥ പറയുന്നുണ്ട് നയന. ഏതായാലും ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആദർശിൻ്റെ കൂടെ പോകണമെന്നാണ് മോൾ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അതിന് രാമായണത്തിലെ ഏടുകൾ ഇവിടെ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ല. മോൾക്ക് പോകണമെങ്കിൽ മോൾ പൊയ്ക്കോ, ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഭാര്യ നിൽക്കേണ്ടത്, മോളോട് പോകേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? മോൾക്ക് പോകണമെങ്കിൽ ആദർശ് പോയപ്പോൾ ആ കൂടെ തന്നെ പോകാൻ മേലായിരുന്നോ? മോളെ ആരെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തിയായിരുന്നോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കും. അന്നേരം ദേവേനി പറയും, ഞാനാ മോളെ പറഞ്ഞു വിടാണ്ടിരുന്നത്, മോളിപ്പം പോയിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, മോൾക്ക് ഇപ്പോഴാണ് കൂടുതൽ കെയർ കിട്ടേണ്ട സമയം എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചങ്ങ് ചെയ്താൽ മതി, ഞാൻ ആരെയും ഇവിടെ പിടിച്ചു നിർത്തുന്നൊന്നുമില്ല. ഇപ്പം ഈ വീടിൻ്റെ അകത്ത് തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും മാത്രമേ ഉള്ളൂ. അതൊക്കെ എൻ്റെ നേരെ തിരിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരെയും തടയുന്നുമില്ല, ആരെയും എതിർക്കുന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പം ആകെ വിഷമിച്ച് നയന പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി എനിക്കിനി ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആദർശൻ്റെ അടുത്തോട്ട് പോവുകയാണ്, പോകുമ്പം ചന്തുമോളെയും കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് നയനങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും ദേവേനിക്ക് ദേഷ്യം വരും. ജലജയുടെ ഒരു ചിരി കാണുമ്പോഴേ, നീ എന്തിനടി ചിരിച്ചെന്ന് ചോദിക്കും. എന്നിട്ട് ഞാൻ ചിരിച്ചില്ലല്ലോ എന്ന് ജലജ പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, നീ ചിരിച്ചു, നിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാമെന്ന് പറയും. എന്നിട്ട് അബിയുടെ കോളറിന് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ചന്തുമോൾ ആരാടാ, നിൻ്റെ നാവുകൊണ്ട് തന്നെ നീ പറ എന്ന് പറയും. അന്നേരം എൻ്റെ മോള എന്ന് പറയുമ്പോൾ, ആ മോളെ എന്തിനാ നയനമോൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്? ആ മോളൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ അങ്ങ് രക്ഷപ്പെട്ടു എന്നോർത്തല്ലേട്ടാ നീ ചിരിച്ചത്? ഇതൊക്കെ ഒറ്റയടിക്ക് തീർക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഇവിടെ പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്നിട്ട് അങ്ങോട്ട് പോവുകയാണേ ദേവയാനിയെ. പക്ഷേ ഈ സമയം ജലജയും അഭിയും ഭയങ്കര സന്തോഷത്തിലാണ്, ഓരോന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണല്ലോ. പിന്നെ നയനയാണ് കാണിക്കുന്നത്. നയന റെഡിയാകുവാണ് പോകാനായിട്ട്, കൂടെ ചന്തുമോളെ റെഡിയാക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഒരുമിച്ചാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിക്ക് സങ്കടമാകില്ലേ എന്ന് ചന്തുമോളെ ചോദിക്കുമ്പോൾ, മുത്തശ്ശിക്ക് സങ്കടമാകും എന്ന് നയന പറയുക. അത് കേട്ടുകൊണ്ട് ദേവേനി വരും. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ല സങ്കടമാവും, നിങ്ങളാരും ഇല്ലെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് മോള് പോകുന്ന കൂട്ടത്തിൽ ഞാനും പോരുവാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് ആദർശേട്ടനില്ലാതെ പറ്റില്ല, ആദർശേട്ടൻ ഒരുപാട് തീരുമാനങ്ങളുമായിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോയത്, ഞാനിവിടെ ചെന്നാൽ ആദർശേട്ടന് അത് നടപ്പിലാക്കാനുള്ള ശക്തി കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു, അമ്മ വിഷമിക്കരുത് എന്നൊക്കെ പറയുക. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ഞാനും കൂടെ വരാൻ മോളെ, എന്നെ മാത്രമായിട്ട് എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത്, ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോയി കഴിയുമ്പം നയന ചന്തുമോളെ പിടിച്ചിരുത്തി ഉപദേശിക്കുവാണ്. മോളെ, അമ്മ ഒരു കാര്യം പറയട്ടെ, ഇപ്പം അച്ഛൻ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോയേക്കുന്നത്, അപ്പോൾ അച്ഛനത് ചെയ്യാനുള്ള സമയം വേണം, അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ അമ്മയും പോകുക, ആ സമയം മോൾ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാകും, അതുകൊണ്ട് മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് മുത്തശ്ശിയുടെ കൂടെ മോളുണ്ടാകണം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് അച്ഛനും അമ്മയും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കാം, മോൾക്ക് ഇടയ്ക്ക് അമ്മയെ കാണണം എന്ന് തോന്നുമ്പം അമ്മ സ്കൂളിൽ വന്ന് കണ്ടോളാം, അതുകൂടാതെ മോൾക്ക് അവിടെ വന്ന് അച്ഛനും അമ്മയും കാണാം, ഇടയ്ക്ക് വീക്കെൻഡ് ആകുമ്പോൾ മുത്തശ്ശി മോളെ കൂട്ടി അങ്ങോട്ട് വരും, അന്നേരം കാണാം, അപ്പോൾ മോൾക്ക് വിഷമം മാറുമല്ലോ, അതുകൊണ്ട് അച്ഛനും അമ്മയും വരുന്നേടം വരെ മോളിവിടെ സന്തോഷത്തോടെ മുത്തശ്ശിയുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് വിഷമമാവും, മോൾ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു പറയുന്നുണ്ട് നിന്നോളാമെന്ന്. അന്തെങ്കിലും എനിക്ക് ഭയങ്കര വിഷമമാവുന്നു. അന്നേരം ചന്തുമോള് പറയുന്നുണ്ട് കേട്ടോ, അമ്മ വയറ്റിലുള്ള കുഞ്ഞാവെ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ. എന്തെങ്കിലും ഭയങ്കര സങ്കടമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. ഇതേ ഉപദേശം ആ മനസ്സിനെ പറഞ്ഞങ്ങ് പഠിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഏതായാലും ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.